ഞാൻ രാവിലെ തന്നെ മാവേലിയുടെ കോസ്റ്റ്യൂം എടുത്ത് അവന്മാരെ ഞെട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. ഇതെന്ത് വർത്താനാണ് ഈ മാവേലി പറയണത്? മാവേലി കോസ്റ്റ്യൂം എടുക്കാൻ ചെന്നത്? മാവേലി അല്ലട്ടാ കോസ്റ്റ്യൂം എടുക്കാൻ ചെന്നത്, ഞങ്ങളാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയെന്ന് മനസ്സിലായോ? ഞാനും നമ്മുടെ ആർട്ട് ഡയറക്ടർ സജ്ജാസ് കെ. ഇപ്പൊ നിങ്ങൾ കരുതുണ്ടാവും, ഇവനല്ല കഴിഞ്ഞ ദിവസം പോയിട്ട് കോസ്റ്റ്യൂം എടുത്ത് കാറിൽ വന്നതെന്ന്. അതെ, ശരിയാണ്, കോസ്റ്റ്യൂം എടുത്ത് കാറിൽ വന്നു. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡുകൾ വ്യത്യാസമുണ്ടേ. ഏത് ലവ് സ്ക്വയറിൻ്റെ? ലവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ വെബ് സീരീസ്. സാധനം എടുക്കാനായിട്ട് വില്ലെന്ന് ഇറങ്ങിയപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായില്ല ഗൈസ്. ഞാൻ ഇങ്ങേരോട് ചോദിച്ചതാണ് കോട്ടിടണോ എന്ന്. അപ്പം ഇങ്ങേര് പറഞ്ഞു കോട്ടൊന്നും വേണ്ട മച്ചാനെ, നമുക്കങ്ങനെ പാട്ടൊക്കെ പാടിയോട് പോകാമെന്ന്. അങ്ങനെ പാട്ടൊക്കെ പാടി പോയി. ആ വണ്ടറിൽ കഴിഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. ഒരു മഴ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നേ. എന്തായാലും നനഞ്ഞു മച്ചാനെ. ഇനി അങ്ങോട്ട് കുളിച്ച് കയറാമെന്ന് സജ്ജാസ്ക. അങ്ങേർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, കാരണം വെച്ചാൽ വണ്ടി ഓടിക്കണത് ഞാനാണേ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പഴന്തോട്ടത്തുനിന്ന് തമ്മനം വരെ പോയി. എന്തിന്? അവിടെയാണ് നമ്മുടെ സാധനം ഇരിക്കണത്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് പക്ഷേ വല്ലാത്തൊരു അനുഭവമായി പോയിട്ടാ. ഇതെന്താണ് റോഡാണോ കടലാണോ? അല്ല, എറണാകുളത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെയാണ്, റോഡെല്ലാം കുളമാകും. കുറച്ച് നേരത്തേക്ക് അനക്കൊന്നും കേൾക്കാതെയപ്പോൾ ഞാനൊന്ന് പുറകോട്ട് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഈ ചെങ്ങായി ഇരുന്ന് ഉറങ്ങിയിരുന്നു. ഈ സമയത്ത് ഇതെങ്ങനെ സാധിക്കണ? ഇക്കാൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി മഴ കുറച്ചു നേരം മാറിയെന്നട്ടാ. ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പതേ നോക്കുമ്പോൾ ഉണ്ട് മുന്നിൽ പോലീസ്. എന്താണെന്നറിയില്ല, പണ്ട് മുതലേ ഇങ്ങനെയാ, പോലീസിനെ കാണുമ്പോൾ ഒരു വിറവല. അങ്ങനെ കിറുക്കന്മാരുടെ വഴിക്ക് വിട്ട് ഞങ്ങൾ പതിയെ യാത്ര തുടർന്നു കേട്ടോ. മഴയ്ക്ക് എന്ത് വേണേലും ആവാലോ, ഇഷ്ടമുള്ളപ്പോൾ വരാം, ഇഷ്ടമുള്ളപ്പോൾ പോകാം. സിഗ്നലിൽ കിടക്കണേണെന്നുള്ളൊരു ബോധം വല്ലതും മഴക്കണ്ട. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എങ്ങനെയെങ്കിലും ഒന്ന് ഗ്രീൻ വീഴണമെന്ന് സജ്ജാസ്ക പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. ദേ ഗ്രീൻ വീണു. പിന്നൊന്നും നോക്കിയില്ല, നേരെ പറപ്പിച്ച് വിട്ടു. മഴ ഇനി കൂടിയാലും ശരി, എങ്ങനെയെങ്കിലും കോസ്റ്റ്യൂം എടുത്ത് തിരിച്ച് വന്ന് കിടന്ന് ഉറങ്ങാമെന്നുള്ള പ്ലാനാണ് ഗായ്സ്. കോസ്റ്റ്യൂം എല്ലാം എടുത്തു. കോസ്റ്റ്യൂമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ ആകെ നനഞ്ഞ് കുതിർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഗായ്സ്, ദേ 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴന്തോട്ടം എത്തും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉറക്കം വന്നിട്ട് പാടില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരണ്ട. എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പറായിട്ടിരിക്കട്ടോ.